Hello everyone, welcome back to our channel My Dream Kitchen. In My Dream Kitchen chicken fried rice എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 2 അള്ളി ഗാർലിക് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഇഞ്ചി പീസ് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് കാപ്സിക്കം നല്ല ചെറുതായി കട്ട് ചെയ്തിട്ട് കൊറിയാൻഡർ ലീവ്സ് കുറച്ച് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഒരു മീഡിയം സൈസ് ഓണിയനും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്യാബേജും ചെറിയ പീസ് പിന്നെ ഒരു 100 ഗ്രാം അളവ് ചിക്കൻ നമുക്ക് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്ത് കടയിൽ നിന്ന് തന്നെ ഞാൻ ചോപ്പ് ചെയ്ത് വാങ്ങിച്ചതാണ്. ക്ലീൻ ചെയ്തെടുത്ത് വയ്ക്കാം. അതിൻ്റെ കൂടെ ക്യാരറ്റ് ബീൻസും പിന്നെ ഒരു കപ്പ് റൈസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു എഗ്ഗ് ഓപ്പൺ ചെയ്ത് ആ കപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചീഞ്ചട്ടിയിൽ ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ആ ചിക്കനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഇങ്ങനെ ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് വാങ്ങിച്ചാൽ ഒന്ന് വേഗം വേവും. പിന്നെ അതിൻ്റെ കൂടെ നല്ല മൊരിഞ്ഞ് റൈസിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഉപ്പും ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. ഇതൊക്കെ ചേർത്തിട്ട് നല്ല ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ല ചിക്കൻ റോസ്റ്റ് ആവുന്ന വരെ കുക്കായി റോസ്റ്റ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി കിട്ടി. കുറച്ചു നേരം കൂടി ഒന്ന് വഴറ്റി റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുത്ത് സെയിം ചീഞ്ചട്ടിയിൽ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. ആ ഫ്ലേവറും സ്മെല്ലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ. അതിന് വേണ്ടി ഞാൻ അതേ ചീഞ്ചട്ടി എടുത്തു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ച ഗാർലിക് ഇഞ്ചി പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചതും ഇപ്പോൾ നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായി ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഓണിയനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് 2 ആൾക്ക് ശരിയായി ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടിച്ചേർക്കാം. എല്ലാം കൂടുതലായി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഡബിൾ എമൗണ്ട് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നും നല്ലോണം സോഫ്റ്റായി കുക്കാവാൻ പാടില്ല. കുറച്ച് ക്രഞ്ചി വെജിറ്റബിൾസ് ആയിട്ട് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഓയിൽ തന്നെ സോട്ട് ചെയ്താൽ മതി. സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ നല്ല ഓയിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ബീൻസ് ഏകദേശം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമുക്ക് അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് മാത്രമേ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിന് ഞാൻ സെപ്പറേറ്റ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കഴിഞ്ഞു. അടിയത്തെ ആ മസാല ചിക്കൻ മെൽറ്റ് മസാല കരിഞ്ഞു പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല മണം ഉണ്ടാവും. ആ കരിയുന്ന ടേസ്റ്റോ സെപ്പറേറ്റ് ടേസ്റ്റോ ഒന്നും അതിലുണ്ടാവില്ല. നല്ല മണം കിട്ടും, നല്ല ഫ്ലേവറും കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് ക്യാബേജ് ആഡ് ചെയ്യാം. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ സോയ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ഓളം റെഡ് ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ഏത് സോസും ആഡ് ചെയ്യുന്നില്ല. നോർമൽ ആയിട്ടുള്ള നല്ല ഫ്ലേവറിൽ വെജിറ്റബിൾസിൻ്റെ ഒറിജിനൽ ഫ്ലേവറിലായിട്ട് ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മുട്ട ഒന്ന് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ആ ചീഞ്ചട്ടിയിൽ പെടുന്ന പോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റേജ് എത്തിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസൊക്കെ കൂടി ഒന്ന് അതിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ നല്ല വെജിറ്റബിൾസൊക്കെ ആക്കിയിട്ട് ആ എഗ്ഗിൻ്റെ ഫ്ലേവർ റൈസിൽ ആ ചിക്കൻ ഫ്രൈഡ് റൈസിന് നല്ല സ്മെല്ലും നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾക്ക് എഗ്ഗ് ഇഷ്ടമല്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ മുട്ട ഒന്ന് ചേർത്ത് നല്ല ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ച ചിക്കൻ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. കുറച്ച് പെപ്പർ കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പൊക്കെ പെർഫെക്റ്റാണ്. നല്ല ചിക്കൻ മിക്സ് ആയതിനു ശേഷം നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് റൈസ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ആൾക്ക് ഈ വെജിറ്റബിൾസും റൈസും ഒക്കെ മിക്സ് ആയി കഴിക്കുമ്പോൾ 2 ആൾക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം നല്ലൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും ചിക്കനും മുട്ടയും വെജിറ്റബിളും ആ റൈസിൻ്റെ കൂടെ നല്ല ബ്ലെൻഡായി ഒന്ന് മിക്സ് ആവുന്ന വരെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഞങ്ങൾ ബാസ്മതി റൈസിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന റൈസിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് ആക്കാം. ബാസ്മതി റൈസ് എടുക്കുമ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നോക്കി മിക്സ് ചെയ്യണം. അപ്പോൾ റൈസൊന്നും ഉടയാതെ കിട്ടും. പിന്നെ നമ്മൾ എടുത്തു വെച്ച കൊറിയാണ്ടർ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ കൊറിയാണ്ടർ ലീഫാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രൈഡ് റൈസ് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് എനിക്ക് പറയണം. കമൻറ്റിൽ മറക്കാതെ മംഗ്ലീഷിൽ പറയണം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് നോക്കുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെ കൂടെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.